നമസ്കാരം. ജനാധിപത്യ സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെ പറ്റി ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന സർക്കാരിൻ്റെ ഉന്നത തലങ്ങളിൽ ഉള്ള ഒരു IAS ഓഫീസർ, റിട്ടയർഡായിട്ടുള്ള മുതിർന്ന IAS ഓഫീസർ ശ്രീ ബിജു പ്രഭാകർ സാർ ഒരു പുസ്തക പ്രകാശനം ഈ അടുത്ത ദിവസം നടത്താനായിട്ട് ഇരിക്കുന്നു. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സർക്കാരിൻ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്ത് കൊള്ളയടിക്കുന്നു. ഇത് നിരന്തരം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിൽ പോലും കൂടെ ഓരോ കാര്യങ്ങളും കുറെ കൂടി വ്യക്തമാകുന്ന രീതിയിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുസ്തകം ഇപ്പോൾ ഈ 1-ാം തീയതിയാണ് പ്രകാശനം ചെയ്യുന്നത് എങ്കിൽ പോലും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുതരം ഓർഗനൈസിങ് കൊള്ളക്കാർ, മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കൊള്ളക്കാർ, അതായത് യൂണിയൻ കൊള്ളക്കാർ, ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പദ്ധതി നേരത്തെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഫാദർ രാജീവ് ഗാന്ധി പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന പണത്തിൻ്റെ വെറും 20% മാത്രമാണ് അവർക്ക് കയ്യിലേക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള 80% ഉദ്യോഗസ്ഥ തലങ്ങളിലോ അല്ലെങ്കിൽ ഭരണതലങ്ങളിലോ അടിച്ചു മാറ്റപ്പെടുകയാണ് എന്ന് കൃത്യമായിട്ടും അന്ന് അദ്ദേഹം ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. 40-50 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും കൂടെ മുന്നോട്ട് ചലിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉള്ള ചില സംഭവവികാസങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ 20% പോലും സാധാരണ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ല. 10% മാത്രം ഉപഭോക്താക്കൾക്ക് കൊടുത്തുകൊണ്ട് 90% അടിച്ചു മാറ്റുന്ന ഒരു ഓർഗനൈസിങ് കൊള്ള, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. അതുതന്നെയാണ് ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ് അദ്ദേഹം പുസ്തകത്തിൽ പറയാനാണ് പോകുന്ന കാര്യവും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ IASകാർക്കും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ അവർ സർക്കാർ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുസ്തകങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ അനുമതി വേണം. അതുകൊണ്ടാണ് പല ഉദ്യോഗസ്ഥരും റിട്ടയർഡായി കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളും എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. അതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം കറണ്ടിൻ്റെയാണ്. KSEB നടത്തിയിരിക്കുന്ന ഒരു വൻ കൊള്ള നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് സൂര്യതാപനം അതിഭയാനകമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ടെക്നോളജി ഇപ്പോൾ ഇത്രയും ഉയർന്ന ഒരു ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുകോടി രൂപ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംവിധാനം ഉള്ളപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ അതെല്ലാം വെറും വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ട് ആ സാഹചര്യത്തിൽ പോലും സാധാരണ ജനങ്ങളെ കൊള്ളയടിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തരം ഭരണകൂട ഭീകരതയുടെ ഒരു മുഖമാണ് നമ്മളിവിടെ പൊതുസമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തു നിന്നും വാങ്ങി വേണം ഇപ്പോൾ KSEBക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് കഴിഞ്ഞ ദിവസം പോലും കൂടെയുള്ള വൈദ്യുതിയുടെ ഉപയോഗം എന്ന് പറയുന്നത് 118.26 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു ദിവസം ഉപയോഗം വരുന്നത്. അത്രയും ഉപയോഗം വരുന്നതിനകത്തു നിന്ന് 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തു നിന്നും വാങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവവികാസം എന്ന് പറയുന്നത്, ഈ KSEBക്ക് ഇത്രയും വൈദ്യുതി ക്ഷാമം വരുമ്പോൾ അത് വാങ്ങാനായിട്ട് പുറത്തുനിന്ന് വാങ്ങാനായിട്ടുള്ള അനുമതി വൈദ്യുതി റെഗുലേറ്റർ കമ്മീഷനാണ് നൽകേണ്ടത്, അതോറിറ്റി. അവർക്ക് അപേക്ഷ കൊടുത്തത് ഏപ്രിൽ 8-ാം തീയതി ആണെങ്കിൽ പോലും കൂടെ അവരതിന് പരിശോധന പോലും കൂടെ നടന്നത് ഏപ്രിൽ 24-ന് ശേഷം അവർ അനുമതി കൊടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കേന്ദ്രത്തിൽ വൈദ്യുതി ക്ഷാമം രൂക്ഷമാവുകയും വൈദ്യുതി ലഭ്യമല്ല എന്നുള്ള മറുപടിയും കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്നത് വമ്പൻ മാഫിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഏപ്രിൽ 18-ന് മുമ്പായിരുന്നു എങ്കിൽ കൃത്യമായിട്ടും കേന്ദ്രത്തിൽ അതിന് ആവശ്യമുള്ള വൈദ്യുതി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതായ കാര്യം. അപ്പോൾ ഇവിടെയെല്ലാം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഫിയകൾക്ക്, അതുതന്നെയാണ് ബിജു പ്രഭാകർ സാറ് ഇതിനു മുമ്പും അദ്ദേഹം പല പ്രഭാഷണങ്ങളിലൂടെ അത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം
പറഞ്ഞിരിക്കുന്നതാണ്. അതായത് റാബിക് വാക്സിൻ, വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ, അത് ശതകോടികളുടെ ഒരു ബിസിനസ്സാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരുവിക്കടെ ഇങ്ങനെ തെരുവുനായികളെല്ലാം കിടന്നുകൊണ്ട് അലയുന്നതല്ല. തെരുവുനായ്ക്കളെ ഒതുക്കാൻ സർക്കാരിന് സംവിധാനങ്ങളില്ലാത്തതുകൊണ്ടോ അതിന് സാധിക്കാത്തത് കൊണ്ടോ അല്ല. ഈ തെരുവുനായ്ക്കൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് തെരുവുനായ്ക്കൾ തെരുവിലൂടെ അലയുകയും അത് മനുഷ്യരെ കടിക്കുകയും മനുഷ്യരെ കടിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വാക്സിൻ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു വമ്പൻ ബിസിനസ്സാണ്. ആ ബിസിനസ്സിൻ്റെ പിന്നിൽ വമ്പൻ മാഫിയാണ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രഭാഷണത്തിൽ വെളിപ്പെടുത്തിയിരുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ പോലും കൂടെ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വാക്സിൻ കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോലും കൂടെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുന്നിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള, അതായത് ഒരു സിറ്റിങ്ങിന് പോലും ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏകദേശം 5ഓളം അഡ്വക്കേറ്റ്സ്മാരാണ് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ വാദിച്ചത്. അതായത് മനു അഭിഷേക് സിംഗ് പോലെയുള്ള, കപിൽ സിബലിനെ പോലെയൊക്കെയുള്ള ഏറ്റവും ഉന്നതരായിട്ടുള്ള അഭിഭാഷകരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ കമ്പനിക്ക് വേണ്ടിയിട്ട് പോലും സുപ്രീം കോടതിയിൽ വാദിച്ചത് എന്ന് ഓർക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പൻ മാഫിയകളെ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആൻറ്റിവെനം, അതായത് പാമ്പ് കടിക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ്. പ്രതിരോധമല്ല, പാമ്പ് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പിൻ്റെ വിഷത്തിനെ പ്രതിരോധിക്കുന്നതിനുള്ള കുത്തിവയ്പ്പ് ആൻറ്റിവെനം ഈ പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ കേരളത്തിൽ പാമ്പുകൾ എത്രമാത്രമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പാമ്പ് കടിയായിട്ടുള്ള മരണങ്ങൾ, പാമ്പ് കടിച്ചുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ പാമ്പുകളെ കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ. അതായത് ഒരു മനുഷ്യന് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ, ഒരു പുരുഷനും ഒരു സ്ത്രീ, അവരുടെ ഒരു ജന്മത്തെ കൂടി വന്നു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന 2-3 കുട്ടികളെ അവർ സൃഷ്ടിക്കുമ്പോൾ പാമ്പുകൾ എന്ന് പറയുന്ന ഒരു വർഷം തന്നെ ഏകദേശം 50 കുട്ടികളെ അവർ റീപ്രൊഡക്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എത്ര ദശലക്ഷക്കണക്കിന് പാമ്പുകളാണ് പെരുകുന്നത്. ഇവയെല്ലാം ഈ ഭൂമിയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവൻ്റെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചൂട് കൂടുന്ന സാഹചര്യങ്ങളിൽ ഭവനങ്ങളിലേക്ക് കടന്നു വരികയും, അതല്ലെങ്കിൽ പോലും കൂടെ സ്വാഭാവികമായിട്ടും ഈ പാമ്പുകൾ ഇതുപോലെ അഴിഞ്ഞു നടക്കുമ്പോൾ ജനങ്ങൾക്ക് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെയും നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പുകളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിട്ടൂരം ഇറക്കിക്കൊണ്ട്, അതായത് എല്ലാ വിധത്തിലും ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാർ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ അത് വമ്പൻ മാഫിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം ആണ് എന്നുള്ളതാണ് ശരിക്കും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് പോയിന്റ് ചെയ്ത് ബിജു പ്രഭാകർ സാറ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. കാരണം പൊതുമരാമത്ത് വകുപ്പ് നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ മകളെ 2ാം കെട്ടിയ വകയിൽ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പ്. യാതൊരു കഴിവും ഇല്ലാത്ത ഒരു മരുമകൻ്റെ പിന്നേക്കാൾ കൂടുതൽ കഴിവുള്ള മറ്റു മന്ത്രിമാരുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മുന്നണിയിലെ ഏറ്റവും കഴിവ് കെട്ട ഒരു 10-18 പേരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഈ മരുമകനാണ് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ഈ മരുമോൻ മന്ത്രിക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു ആഭാസം അതുതന്നെയാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം അതിനേക്കാളും തരംതാണ വാക്കുകൾ തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ അത് പറയാനായിട്ട് നമ്മുടെ മനസ്സനുവദിക്കാത്തതുകൊണ്ട് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരു ഭരണം, ആ വകുപ്പിൽ നടന്നിരിക്കുന്ന അഴിമതികൾ, കെട്ടുകാര്യസ്ഥതകൾ, ഈ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ മധ്യ കേരളത്തിലൊരു ബിൽഡിങ്ങിന് 46 കോടി രൂപ പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിന് ചെലവഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പണി അതിനെപ്പറ്റി എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനകത്ത് 46 കോടിയിൽ 6 കോടി രൂപയുടെ പണി പോലും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. 6 കോടി എന്ന് പറയുമ്പോൾ തന്നെ 600 ലക്ഷമായി. അതായത് ആ ബിൽഡിങ് കുറേയൊക്കെ കെട്ടുവെള്ളം പോലെയൊക്കെ പണിതങ്ങ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അധോഗതി എന്ന് പറഞ്ഞതുപോലെ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 46 കോടിയിൽ 40 കോടി അടിച്ചു മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് 90% പണവും ഇപ്പോൾ അടിച്ചു മാറ്റുക, 10% മാത്രം പ്രവൃത്തി മണ്ഡലത്തിൽ കാണിക്കുക. ഈ ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മുണ്ടക്കൈ ചുരൽ മലയാള വിഷയം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 780 കോടി രൂപ
യാതൊരുവിധ ബാധ്യതയില്ലാത്ത ഫണ്ട്, അതായത് പൊതുസമൂഹം ജനങ്ങളെ പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേകമായി കൊടുത്തിരിക്കുന്നതാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വേണ്ടിയിട്ട് മാത്രം. അവിടെ ഇതുവരെയും ഒരൊറ്റ വ്യക്തിക്ക് പോലും കയറി താമസിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പണിത് വെച്ചിരിക്കുന്ന വീടുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. ഏതൊക്കെയുള്ള രീതിയിലുള്ള വീടുകളാണ് പണിതുകൊണ്ടിരുന്നത്. ആകെപ്പാടെ 410 വീടുകളേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് 2 കോടി, അതായത് 200 ലക്ഷം രൂപ വെച്ച് കൊടുക്കാവുന്ന ഒരു സാമ്പത്തികം യാതൊരു നികുതി പണവും ഇല്ലാതെ ഇങ്ങനെ പൊതുസമൂഹം പിരിച്ചു കൊടുത്തിരിക്കുന്ന പണം ഉള്ളപ്പോൾ പോലും അവർക്ക് പണിത് കൊടുത്തിരിക്കുന്ന വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം രൂപയുടെ വീട് പോലും ഇല്ല. 200 ലക്ഷത്തിൻ്റെ അവകാശികൾ 15 ലക്ഷം രൂപയുടെ പോലും വീടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഫ്ലെക്സ് ബോർഡുകളുള്ള ഒരു കൂമ്പാരമാണ് മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ മുഖം വെച്ചുകൊണ്ട്. അതായത് നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് പ്രചരിപ്പിച്ചിരിക്കുന്നത് എത്ര കോടികളാണ് വാരി എറിഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ? ഏതാണെങ്കിലും ശരി, അതിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ചതിൻ്റെ പരിണത ഫലം ഈ 4-ാം തീയതി തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കരുതുന്നു. എന്തായാലും ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭരണകൂട ഭീകരതയുടെ ഒരു ബി ടീമായിട്ട് ഇനി അടുത്ത ഒരു ഭരണ സംവിധാനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹം വളരെ ജാഗരൂകരാകേണ്ടതുണ്ട്. കാരണം പൊതുസമൂഹത്തിന് ഈ പൗരബോധം എന്താണ് എന്നുള്ളത് ഇപ്പോഴും പലപ്പോഴും മനസ്സിലാകാത്തതിൻ്റെ ഒരു പ്രശ്നത്തോടെ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരണവർഗങ്ങളോ അവർ പറയുന്ന തിട്ടൂരത്തിന് നിന്നു കൊടുക്കുന്ന ഒരു സംവിധാനം ആണ് പൊതുജനങ്ങൾ എന്നുള്ളൊരു ധാരണ സാധാരണക്കാരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. പൊതുജനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഭരണതലപ്പത്തുള്ള എത്ര വലിയ ഉയർന്നവരെയാണെങ്കിലും നിയന്ത്രിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരെ അവിടെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു അവബോധത്തിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഇനി പുതിയ സർക്കാർ സംവിധാനത്തിലാണെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.